ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആർട്ടീമിയ സിസ്റ്റ് നമ്മൾ ഹാച്ച് ചെയ്തത് നമുക്ക് എങ്ങനെ നെക്സ്റ്റ് ഡേ, അതായത് നമ്മൾ ഇന്ന് ഹാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന് നമുക്ക് യൂസ് ചെയ്യാം, നാളത്തേക്കും യൂസ് ചെയ്യാം. അതെങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം, അതെങ്ങനെ സ്റ്റോർ ചെയ്ത് വയ്ക്കാം, അതിൻ്റെ പ്രോട്ടീൻ കണ്ടൻറ്റും അതുപോലെ തന്നെ നമ്മുടെ ആർട്ടീമിയുടെ സൈസും നമുക്ക് ചേഞ്ച് വരാതെ നമുക്ക് എങ്ങനെ നെക്സ്റ്റ് ഡേയും അതേ ആർട്ടീമിയ നമുക്ക് കൊടുക്കാം എന്ന് പറഞ്ഞു തരുന്നൊരു വീഡിയോ ആണിത്. അപ്പോൾ ഇത് നമ്മുടെ മൂന്നാമത്തെ വീഡിയോ ആണ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക. സോ ലെറ്റ്സ് ഗോ ടു വീഡിയോ. അപ്പോൾ നമ്മളിവിടെ ഇന്ന് ഇപ്പോൾ ഹാച്ച് ചെയ്തിട്ട് 10 മിനിറ്റ് ഞാൻ വെയിറ്റ് ചെയ്യാൻ വെച്ച് അതിൻ്റെ ആർട്ടിമി എല്ലാം താഴോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത് കളക്ട് ചെയ്യാൻ വേണ്ടി ഒരു പാത്രമൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത് ആർട്ടിമിയെ സെപ്പറേറ്റ് നെറ്റിലോട്ട് സെപ്പറേറ്റ് ചെയ്യുകയാണ് ആദ്യത്തെ കാര്യം. നമ്മൾ ഇവിടെ ഇങ്ങനെ ഒരു സെറ്റപ്പൊക്കെ ചെയ്തിട്ട് നമ്മൾ ആർട്ടിമിയ ഹാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ആർട്ടിമിയ നമ്മുടെ നെറ്റിലോട്ട് ഇട്ടിട്ടുണ്ട്. നമുക്ക് അപ്പം നമ്മൾ അടുത്തത് ഇതിനെ ഒരു പാത്രത്തിലോട്ട് മാറ്റേണ്ടതാണ് അടുത്ത നെക്സ്റ്റ് കാര്യം. അപ്പോൾ നമ്മൾ ഇതിനെ ഈ പാത്രത്തിലോട്ടാണ് മാറ്റാൻ പോകുന്നത്. അപ്പോൾ ഈ പാത്രത്തിലോട്ട് മാറ്റുമ്പോൾ നമ്മൾ ആർട്ടിമി ഹാച്ച് ചെയ്യാൻ യൂസ് ചെയ്ത വെള്ളം, വാട്ടർ, അപ്പോൾ അത് നമ്മൾ ആ ഹാച്ച് ചെയ്യാൻ ഉപയോഗിച്ച വെള്ളം നമ്മളിവിടെ കളക്ട് ചെയ്തിട്ട് അപ്പോൾ ഇതിലേക്കാണ് നമ്മൾ ആർട്ടിമി ഇടാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ ഹാച്ച് ചെയ്ത വെള്ളം പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം, ഈ ഹാച്ച് ചെയ്ത വെള്ളം മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഫ്രഷ് വാട്ടർ കാര്യങ്ങളൊന്നും ആഡ് ചെയ്യാൻ പറ്റില്ല. അത് ഹാച്ച് ചെയ്യുമ്പോൾ ചത്തുപോകാനുള്ളൊരു സാഹചര്യം ഉണ്ടാവും. നമുക്ക് നെക്സ്റ്റ് ഡേ കൂടെ യൂസ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഈ വെള്ളത്തിലോട്ട് നമ്മൾ ആർട്ടിമെ ഇടാൻ പോവുകയാണ്. ഇപ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് നമ്മൾ നമ്മുടെ ഹാച്ച് ചെയ്യാൻ യൂസ് ചെയ്ത വെള്ളം തന്നെ ഉപയോഗിക്കുന്നത് വെച്ചാൽ നമ്മുടെ ആർട്ടിമിയുടെ ആ ഒരു സെയിം അറ്റ്മോസ്ഫിയർ നമുക്ക് ഈ വെള്ളത്തിലോട്ട് ഇടുമ്പോൾ നമുക്കത് കിട്ടും. അതായത് പെട്ടെന്ന് ചത്തുപോകാത്തൊരു രീതി. അതായത് വെള്ളം നമ്മൾ ഫ്രഷ് വാട്ടർ ഉപയോഗിച്ച് കഴിഞ്ഞു വെച്ചാൽ ആർട്ടിമിക്ക് ഒരുപാട് നേരം നിൽക്കാൻ പറ്റത്തില്ല. അപ്പോൾ അത് അധികം നേരം നിൽക്കത്തില്ല. അപ്പോൾ നമ്മുടെ ഈ ഹാച്ച് ചെയ്യാൻ യൂസ് ചെയ്ത വെള്ളം തന്നെയാണെന്ന് വെച്ചാൽ നമുക്കത് ഒരുപാട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ ഇപ്പം നമുക്ക് ഈ ഒരു എമൗണ്ടിൽ നമുക്ക് ആർട്ടിമി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി അടുത്ത് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിനെ സെപ്പറേറ്റ് ചെയ്യും. അതായത് നമുക്ക് ഇന്നത്തേക്കും നാളത്തേക്കും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 2 പാത്രത്തിലോട്ട് സെപ്പറേറ്റ് ചെയ്യാൻ പോകും. അപ്പോൾ നമ്മൾ ഇന്നത്തേക്ക് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പാത്രം എടുക്കുന്നുണ്ട്. നാളത്തേക്ക് വേണ്ടിയിട്ട് ഞാൻ സ്റ്റോർ ചെയ്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് വേറൊരു പാത്രം എടുക്കുന്നുണ്ട്. ഇത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് 2 ഈക്വൽ എമൗണ്ട് വരുന്ന പോലെ ഏകദേശം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ 2ആയി ഡിവൈഡ് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ ഏകദേശം ഈ ഒരു എമൗണ്ട് ഞാൻ ഇപ്പോഴത്തേക്ക് എടുക്കുന്നുണ്ട്. ബാക്കിയുള്ള എമൗണ്ട് നമുക്ക് സ്റ്റോർ ചെയ്യാൻ വെക്കാം. അപ്പോൾ നമുക്ക് ഇനി അടുത്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ എങ്ങനെയാണ് സ്റ്റോർ ചെയ്ത് വെക്കേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഈ ഒരു നമുക്ക് നാളത്തേക്ക് യൂസ് ചെയ്യേണ്ട പാത്രം നമ്മൾ എടുത്ത് വയ്ക്കാൻ പോകുന്നത് നമ്മൾ ഫ്രിഡ്ജിലാണ് എടുത്ത് വയ്ക്കാൻ പോകുന്നത്. അതായത് ഫ്രിഡ്ജിൽ നമ്മൾ ഫ്രീസറിലല്ല, നമ്മൾ പുറത്താണ് എടുത്ത് വയ്ക്കാൻ പോകുന്നത്. ഫ്രീസറിൽ വെക്കരുത്. ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞ് വെച്ചാൽ അത് ഫ്രീസായിട്ട് ചത്തുപോകാൻ വളരെ ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ പുറമേ വെച്ചാൽ മതി അത് യൂസ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഇത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് വെച്ചാൽ നമുക്ക് നെക്സ്റ്റ് ഡേ കൂടെ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിൽ വരും. ഫ്രീസായി ചത്തുപോകത്തൊന്നുമില്ല. നമുക്കിത് നെക്സ്റ്റ് ഡേ കൂടെ നമുക്കിത് യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഡേ വെയിറ്റ് ചെയ്യാം. ഓക്കെ, നമ്മൾ നെക്സ്റ്റ് ഡേ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിലൊന്ന് നോക്കാൻ പോകണം. അപ്പോൾ ഈ ഒരു അളവിൽ എടുത്തിട്ടുണ്ട്, ഈ ഒരു അളവിലുണ്ട്. ഇപ്പോൾ ഇതെല്ലാം തണുത്തിട്ട് നമുക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം ആർട്ടിമി എല്ലാം താഴെ തന്നെ കിടക്കുന്നുണ്ട്. അതായത് ആക്റ്റീവ് അല്ല, എല്ലാം ഫ്രീസായിട്ട് താഴെയാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിന് കുറച്ച് നേരം എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് നമ്മൾ നേരെ ഒരു വെള്ളത്തിലോട്ട് വെക്കാൻ പോകണം. അപ്പോൾ നോർമലായിട്ടുള്ളൊരു വെള്ളം അതിലേക്ക് വെക്കാൻ പോകണം. ഇങ്ങനെ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് എടുത്തു കഴിഞ്ഞ് വെച്ചാൽ നോർമലി ഈ വെള്ളം ഈ ടെമ്പറേച്ചറെല്ലാം ഈക്വലായിട്ട് നമ്മുടെ ആർട്ടിമിയൊക്കെല്ലാം തിരിച്ച് ആക്റ്റീവ് ആകും. നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും, തിരിച്ച് ആക്റ്റീവ് ആകും. നമ്മൾ ഇത് ഇവിടെ വെക്കുന്നുണ്ട്. അപ്പോൾ വീണ് പോകില്ലാന്ന് തോന്നുന്നുണ്ട്. ഓക്കെ, ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് എടുത്ത് കാണിച്ചു തരാം. ഓക്കെ, ഇപ്പോൾ അത്യാവശ്യം 10-15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എടുത്ത് നോക്കാം നമ്മുടെ ആർട്ടിമി എത്രത്തോളം തിരിച്ച് ആക്റ്റീവ് ആയിട്ടുണ്ടെന്ന്. അപ്പോൾ ഇതിലേക്ക് നോക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും ആ താഴെ കിടന്നിരുന്ന ആർട്ടിമി എല്ലാം ഇപ്പോൾ നല്ല ആക്റ്റീവായിട്ട് ഓടി നടക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ എത്രത്തോളം, ഞാൻ നോക്കട്ടെ ഇതിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമെന്ന്. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. അപ്പോൾ ഇതൊന്ന് നമ്മൾ സൂം ചെയ്ത് നോക്കുന്ന സമയത്ത് നമുക്ക് ഇതിൽ കാണാൻ പറ്റുന്നുണ്ട്, എല്ലാം ആക്റ്റീവായിട്ട് നടക്കുന്നതെല്ലാം കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ ഒന്ന് ക്ലിയറായിട്ട് നമുക്ക് കാണാൻ, ടോപ്പ് വ്യൂവിലാണെങ്കിലും ഒന്ന് കാണാൻ പറ്റുമോ എന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു അളവിൽ ഇപ്പോൾ നമുക്ക് കറക്റ്റായിട്ടെല്ലാം ആർട്ടിമി കാര്യങ്ങളെല്ലാം ആക്റ്റീവായിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ എത്രത്തോളം നിങ്ങൾക്ക് ഒന്ന് നോക്കാം. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഇപ്പോൾ താഴത്തെല്ലാം നമുക്കിപ്പോൾ അത്യാവശ്യം നല്ലപോലെ തന്നെ ആർട്ടിമി എല്ലാം ആക്റ്റീവായിട്ട് ഓടി നടക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ടോപ്പ് വ്യൂ എന്ന് നോക്കുന്ന സമയത്ത് അത്യാവശ്യം ഇത്തിരി കൂടെ വൃത്തിയായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെ ഈ ഒരു രീതിക്കാണ് ഉള്ളത്.
കണ്ടില്ല എല്ലാ ആർട്ടിമേഴ്സ് എല്ലാം ഇപ്പോൾ നിങ്ങൾക്ക് വൃത്തിയായി കാണാം. അതായത് എല്ലാം നല്ലപോലെ തന്നെ ഓടി നടക്കുന്നുണ്ട്. ഇപ്പോൾ താഴെ കിടന്ന്, അതായത് നമ്മുടെ ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുന്ന സമയത്ത് എല്ലാം താഴെ കിടക്കുകയായിരുന്നു. അപ്പോൾ നമുക്ക് ഇപ്പോൾ എല്ലാം അത്യാവശ്യം നല്ലപോലെ തന്നെ ആക്റ്റീവായിട്ട് തിരിച്ച് ലൈഫിലോട്ട്, അതായത് സൈസ് കാര്യങ്ങളൊന്നും ചേഞ്ച് ആയിട്ടില്ല. അതായത് നമുക്ക് ആർട്ടിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ സൈസ് എത്ര ചെറുതാണോ അതിനനുസരിച്ച് പ്രോട്ടീൻ കണ്ടൻറ്റ് കൂടും. അപ്പോൾ സൈസ് വലുതാവും തോറും നമ്മുടെ പ്രോട്ടീൻ കണ്ടൻറ്റ് അതുപോലെ തന്നെ നല്ലപോലെ തന്നെ കുറയുകയും ചെയ്യും. അപ്പോൾ നമുക്കിത് ഫീഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് നോർമൽ വെള്ളം ഒഴിച്ചിട്ടാണ് ഫീഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇതിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താ വെച്ചാൽ നമ്മൾ ഹാച്ച് ചെയ്യാൻ യൂസ് ചെയ്ത വാട്ടർ യൂസ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ഫ്രിഡ്ജിൽ വയ്ക്കുമ്പോൾ ഫ്രീസറിൽ വയ്ക്കാതെ താഴത്തോട്ട് വയ്ക്കുക. പിന്നീട് ഫ്രീസറിന് എടുക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് നോർമലി വെള്ളത്തിൽ വെച്ച് കുറച്ച് നേരം ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രം എടുക്കുക. സോ ഇങ്ങനെയാണ് നമുക്ക് നെക്സ്റ്റ് ഡേ കൂടെ യൂസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ ചാനലാണ് എല്ലാവരും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. സോ താങ്ക് യു.